പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. സമാധാനത്തിൻ്റെ തിരിതെളിയുന്ന അഡ്വെന്റ് സീസണിലെ 2-ാമത്തെ ആഴ്ചയിലെ നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നാം യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ UAE നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ റവറൻഡ് ഫാദർ വർഗീസ് ചെമ്പോളിയിലൂടെ ക്രിസ്തു സന്ദേശം നമുക്ക് ശ്രവിക്കാം. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഷാലോം TV-യിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ദൂതൻ അവർക്ക് നൽകിയ സന്ദേശമാണ് നാം വായിച്ചു കേട്ട ആ സന്ദേശം. രക്ഷകനായ ക്രിസ്തു ജനിച്ചതിനെക്കുറിച്ചുള്ള സന്ദേശം നൽകുമ്പോൾ ദൂതൻ പറഞ്ഞ വാക്കുകൾ നാം പ്രത്യേകം ഓർക്കുക നല്ലതാണ്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ദൂതൻ നൽകിയ ക്രിസ്മസ് സന്ദേശം. നമുക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് ഒരു രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. സമാധാനത്തിനു വേണ്ടി ദാഹിക്കുന്ന ജനത്തെയാണ് ഇന്ന് ലോകമെങ്ങും നാം കാണുക. സമാധാനം നൽകുവാൻ സാധിക്കുക ദൈവത്തിന് മാത്രമാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ലത്തീൻ ക്രമത്തിലെ കുർബാനയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് 27-ാമത്തെ വാക്യം പരസ്പരം സമാധാനം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് എടുത്തു പറയുന്ന ഒരു വചനമാണ്. ഇതാ അന്ത്യദാനമായി ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യേശു കൂട്ടിച്ചേർത്തു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല. യേശു നൽകുന്ന സമാധാനമാകട്ടെ എന്നും നിലനിൽക്കുന്ന സമാധാനമാണ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. ആയതിനാൽ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം
ലോകം മുഴുവനും ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന, നിലനിൽക്കുന്ന ആ സമാധാനമാണ്. അത് ലോകത്തിലെ മറ്റാർക്കും നൽകാൻ സാധിക്കുകയില്ല, സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഫ്രാൻസിസ് അസീസിയെ പോലെ യേശുവിൽ നിന്നും സമാധാനം സ്വീകരിച്ച് ആ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി, സ്രോതസ്സായി പ്രവർത്തിക്കാൻ സാധിച്ചെന്നിരിക്കും. ആയതിനാൽ ഫ്രാൻസിസ് അസീസി സമാധാന പ്രാർത്ഥന എഴുതുമ്പോൾ ഇങ്ങനെയാണല്ലോ എഴുതിയത്: ദൈവമേ, നിൻ്റെ സമാധാനത്തിൻ്റെ ദൂതനായി എന്നെ മാറ്റണമേ. ലോകം ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന ആ സമാധാനം ലോകത്തിന് നൽകിക്കൊണ്ട് മാലാഖമാർ രക്ഷകനായി പിറന്ന സമാധാന രാജാവായ യേശുവിനെ ഇപ്രകാരം പ്രസൻറ്റ് ചെയ്തു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മനുഷ്യരെല്ലാവരും സന്മനസ്സുള്ളവരാകണമെങ്കിൽ അവരുടെ ഉള്ളിൽ യേശു ജനിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും നാം വായിക്കുന്നുണ്ട്, 12-ാമത്തെ അധ്യായത്തിൽ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. 1000 പുൽക്കൂടുകളിൽ എത്ര ഉണ്ണിയേശുമാർ ജനിച്ചെന്നാലും ഹൃദയത്തിൽ ഉണ്ണിയേശു ജനിക്കുന്നില്ല എങ്കിൽ നാം എത്ര ക്രിസ്മസ് ആഘോഷിച്ചെന്നാലും അതുകൊണ്ട് നമുക്ക് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല. കുറേ സമയമൊക്കെ നമുക്ക് സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ സാധിച്ചെന്നിരിക്കും. എന്നാൽ അവൻ നൽകുന്ന ആ സമാധാനം നമ്മുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കാനും മറ്റുള്ളവരിലേക്ക് സമാധാനം പകരുന്ന ഉപകരണങ്ങളായി ജീവിക്കാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഇതാ ഞാൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു. ആര് ഞാൻ മുട്ടുന്ന ശബ്ദം കേട്ട് ഹൃദയ കവാടം തുറന്നു തരുന്നുവോ അവളിൽ ഞാൻ പ്രവേശിക്കും. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് മുട്ടുന്ന നിമിഷങ്ങളാണ് ഓരോ നിമിഷവും. എന്നാൽ പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ ഹൃദയ കവാടത്തിലുള്ള വളരെ മൃദുവായ യേശുവിൻ്റെ മുട്ടൽ നമുക്ക് ശ്രമിക്കാം. കാരൾ സിംഗിങ്ങും മറ്റ് ഒച്ചയും ബഹളവും ആഹ്ലാദ പ്രകടനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ യേശുവിൻ്റെ ഈ മൃദുവായ മുട്ടൽ കേൾക്കാൻ നാം കാതോർക്കണം. നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കാം. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താണ്? സന്ദേശത്തിനെക്കുറിച്ച് ഞാൻ ഒരു ക്രിസ്മസിന് മുമ്പ് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. നീ ആര് തന്നെയായിരുന്നാലും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിനക്ക് ഒരു ന്യായീകരണവുമില്ല. എന്താണ് ഈ ന്യായീകരണമില്ലെന്ന് പറയാൻ കാരണം? അടുത്ത വാക്യം അതാണ്. നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നീ എന്തിനെക്കുറിച്ച് വിധിക്കുന്നുവോ അതുതന്നെ നീയും പ്രവർത്തിക്കുന്നു, നീയും ചെയ്യുന്നു. ആയതിനാൽ നിനക്ക് മറ്റുള്ളവരെക്കുറിച്ച് നീ വിധിക്കുമ്പോൾ ഒരു ന്യായീകരണവുമില്ല, നീ ആര് തന്നെയായിരുന്നാലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, കർത്താവേ, ഈ വചനം എന്തുകൊണ്ട് കൂടെ കൂടെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു? ഈ വചനം വായിക്കുമ്പോൾ അതിനു മുമ്പ്, ഈ വചനം എൻ്റെ മനസ്സിൽ വരുമ്പോൾ അതിനു മുമ്പ് ഞാൻ വായിച്ചൊരു ലേഖനം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഇപ്പോൾ വിശുദ്ധയായ വിശുദ്ധ മദർ തെരേസ അമ്മ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമുണ്ട്. അതൊരു ലേഖനത്തിൽ ഞാൻ വായിച്ചു. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ കുഞ്ഞിനെ വധിക്കാൻ തീരുമാനിക്കുന്ന, അതിന് അനുവാദം കൊടുക്കുന്ന അമ്മമാർ
അതെത്രയോ ക്രൂരമാണ് അവരുടെ ആ ചിന്ത. ഏറ്റവും സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പ്രതികരിക്കാൻ, ശബ്ദിക്കാൻ, കരയാൻ പോലും സാധിക്കാത്ത ആ കുഞ്ഞിനെ അവിടെ വെച്ച് ഇല്ലാതാക്കുക എത്രയോ ക്രൂരമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ സ്വന്തം ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കുന്ന അമ്മമാരുടെ ക്രൂരതയെക്കുറിച്ച് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വിധിയായിരുന്നു അമ്മമാർക്ക് എങ്ങനെ ഇത്രമാത്രം ക്രൂരമായി തീരാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വചനം എനിക്ക് മനസ്സിലായി. ആ വചനം എൻ്റെ മനസ്സിൽ വന്നു. നീ ആര് തന്നെ ആയിരുന്നാലും നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഒരു ന്യായീകരണവുമില്ല. കാരണം നീയും അതുതന്നെ ചെയ്യുന്നു. എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം ഇതായിരുന്നു. ഗർഭം ധരിക്കുക സ്ത്രീകൾ മാത്രമാണല്ലോ ഗർഭം ധരിക്കുക, ഉദരത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കുക. ആയതിനാൽ ഞാൻ ഇപ്പോൾ വിധിച്ചിരുന്നത് സ്ത്രീകളെക്കുറിച്ചും അവർ ഗർഭം ധരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചും ആ കുഞ്ഞിനെ വധിക്കുന്നതിൻ്റെ ക്രൂരതയെക്കുറിച്ചുമാണല്ലോ ചിന്തിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി തന്നു. ആ ഉണ്ണീശോമാർ എത്ര പുൽക്കൂടുകളിൽ ജനിച്ചെന്നാലും ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ക്രിസ്മസ് ആഘോഷം കൊണ്ട് ഒരു ഫലവുമില്ല. വാസ്തവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് യേശു തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യേശു ഉറപ്പിച്ചു പറയുന്നു അവസാന വിധിയെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവസാനത്തെ വിധിയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുക. രാജാവ് അധികാരത്തോടുകൂടി തൻ്റെ അധികാര കസേരയിൽ ഉപവിഷ്ടനാകും. ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്ത നല്ല മനുഷ്യരെ വലത്തുഭാഗത്തും ചീത്ത തിന്മകൾ പ്രവർത്തിച്ചവരെ ഇടത്തുഭാഗത്തും നിർത്തും. ആടുകളുമായിട്ട് ഉപമിച്ചുകൊണ്ടാണ് ഈ സത്യം അവസാന വിധിയെക്കുറിച്ച് യേശു പ്രതിപാദിക്കുക. വലത്തുള്ളവരോട് പറയും, അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ലോക ആരംഭത്തിൽ തന്നെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവേൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ജനങ്ങൾ മറുപടി ആയിട്ട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി, ദാഹിക്കുന്നവനായി, രോഗിയായി, കാരാഗൃഹത്തിലായി, നഗ്നനായി ഞങ്ങൾ എപ്പോൾ കണ്ടു? യേശു പറഞ്ഞ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഉത്തരം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിയട്ടെ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ചെറിയവരിൽ ഒരുവനെന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ ചെറിയവരിൽ പെടുന്നു. നമ്മുടെ സഹായം അർഹിക്കുന്നവൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് രാജ്യക്കാരനോ രാജ്യക്കാരിയോ ആയിക്കൊള്ളട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് മതവിശ്വാസം പുലർത്തുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, സകല മനുഷ്യരിലും ദൈവം വസിക്കുന്നു. ആയതിനാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നമ്മളിൽ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരായിരിക്കുവാൻ ഈ ക്രിസ്മസ് ആഘോഷം നമ്മെ ക്ഷണിക്കുകയാണ്. ലോകത്തിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നാം ഒന്ന് ഓർക്കുക. യേശു ക്രിസ്തു ബേത്ലഹേമിൽ പുൽത്തൊട്ടിൽ പ്രസവിച്ച് കിടത്തപ്പെട്ടപ്പോൾ അവിടെ ഹെറോദസ് രാജാവ് പൂജാരാജാക്കന്മാരിൽ നിന്നും വിവരമറിഞ്ഞു. ഹെറോദസ് രാജാവ് അവൻ ഭയചകിതനായി. കാരണം ഇതാ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞപ്പോൾ രാജാവായ അധികാരത്തിലിരിക്കുന്ന ഹെറോദസ് അവൻ ഉത്കണ്ഠാകുലനായി. ഈ കുഞ്ഞ് വളർന്ന നാൾ
എൻ്റെ അധികാരത്തിനും എൻ്റെ ഈ രാജ്യത്വത്തിനും ഒരു വെല്ലുവിളിയായിരിക്കും. അതുകൊണ്ട് അവൻ ക്രൂരനായി മാറി. 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും വധിക്കുവാൻ അവൻ ഉത്തരവിട്ട്. കാരണം ഒരു കുഞ്ഞു പോലും രക്ഷപ്പെടരുത്. ആ രക്ഷപ്പെടുന്ന ഒരു ആണെങ്കിൽ പോലും അവൻ ചിലപ്പോൾ ഈ രക്ഷകനാണെങ്കിലോ ഈ ക്രിസ്തുവാണെങ്കിലോ പുൽത്തൊട്ടിൽ പിറന്ന രക്ഷകനായ സമാധാനത്തിൻ്റെ രാജാവായ യേശുവാണെങ്കിലോ, അതുകൊണ്ട് അവൻ ക്രൂരനായി പ്രഖ്യാപിച്ചു, സകല കുഞ്ഞുങ്ങളെയും വധിക്കുക. 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും വധിക്കുക. നമ്മുടെ സ്ഥാനത്തിന്, നമ്മുടെ സന്തോഷത്തിന് നാം സ്വാർത്ഥപരമായി എന്തൊക്കെ കൈവശപ്പെടുത്തിയിരിക്കുന്നോ അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, അതിന് കാരണക്കാരാവുന്ന വ്യക്തികൾ ആര് തന്നെയായാലും അവരെ നശിപ്പിക്കുക എന്നുള്ളത് ഇന്ന് ലോകം മുഴുവനും നാം കണ്ടുകൊണ്ടിരിക്കുന്ന നഗ്നമായ സത്യമാണല്ലോ. കുഞ്ഞുങ്ങളെ വധിക്കുക എന്നുള്ളത് ഈജിപ്തിൽ യഹൂദ ജനത, ദൈവജനത കൂടുതൽ പെരുകി വളരുന്നു എന്ന് കണ്ടപ്പോൾ ഫറവോൻ പ്രഖ്യാപിച്ചു ആൺകുഞ്ഞുങ്ങളെല്ലാം വധിച്ചു കളയുക എന്ന്. കുഞ്ഞുങ്ങളെ വധിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതിന് ഈ നൂറ്റാണ്ടിൽ മറ്റൊരു കാരണമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇതാണ്: പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ജനപ്പെരുപ്പം. ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമായ വസ്തുക്കൾ ലഭ്യം ആകാതെ വരും. അങ്ങനെ കൂടുതൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെ വന്നേക്കാം എന്നുള്ള ആ ഒരു കാരണം പറഞ്ഞ് കുഞ്ഞുങ്ങളെ വധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഗർഭഛിദ്രം നടത്തുക, അബോർഷൻ നടത്തി കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുക കൂടുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന സത്യമാണല്ലോ. ആർക്കറിയാം, നമ്മൾ ക്രൂരമായി വധിക്കുന്ന ആ കുഞ്ഞിലൂടെ ദൈവം ലോകത്തിൽ സമാധാനം നൽകുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി തീരുവാൻ ഫ്രാൻസിസ് അസീസിയെ പോലെ മറ്റ് അനേകം വിശുദ്ധരെ പോലെ ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ക്ലേശങ്ങൾ സഹിക്കാൻ ധീരതയോടെ മുന്നോട്ട് വരുമ്പോൾ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി തീരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നാം അറിയാതെ വധിക്കപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകമെങ്ങും ഈ TV ചാനലിലൂടെ, ഷാലോൺ TVയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും ഓർക്കുക, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 123-27 ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച് ജന്മം നൽകി പുൽക്കൂട്ടിൽ കിടത്തിയ ആ ഉണ്ണി യേശു, അവൻ സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യമാണിത്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യേശു തുടർന്ന് പറഞ്ഞു, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ബത്ലഹേമിൽ പുൽത്തൊട്ടിൽ ജനിച്ച് വീണ ആ കുഞ്ഞ് വളർന്ന് സകലത്തിൻ്റെ മേലുള്ള അധികാരം അവൻ്റെ പരസ്യജീവിതകാലത്ത് നമുക്ക് അനുഭവേദ്യമാക്കി തന്നു. രോഗത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, പിശാചിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ എന്നിരിക്കെ ലോകത്തിലുള്ള സകലത്തിൻ്റെയും മേൽ അധികാരമുള്ളവൻ നമ്മളോട് പറയുന്നു, അവൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് നാം പ്രവർത്തിക്കുക. ലോകത്തിൽ സമാധാനം കൈവരുവാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, നമുക്ക് നൽകിയിട്ടുള്ള കമാൻഡ്.
അത് പ്രാവർത്തികമാക്കുക. പരിശുദ്ധ അമ്മ തന്നെ സമീപിക്കുന്നവരോടൊക്കെ പറയുന്നത്, അവൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുവോ അത് ചെയ്യുക, അവൻ പറയുന്നത് കേൾക്കുക, അവൻ പറയുന്നത് ചെയ്യുക. യേശു രൂപാന്തരീകരണം പ്രാപിച്ച് ആ മലയിൽ പത്രോസും യോഹന്നാനും യാക്കോബും കൂടി നിൽക്കുമ്പോൾ അവിടെ ദൈവം ആ പുത്രനെക്കുറിച്ച് എടുത്തു പറഞ്ഞ ആ വാക്യം നാം ഓർക്കുക. ഇന്നുവരെ ഈ പ്രവാചകന്മാരും വചനവുമൊക്കെ നിങ്ങളെ നയിച്ചുവെങ്കിൽ, നിയമവും പ്രവാചകന്മാരും നിങ്ങളെ നയിച്ചുവെങ്കിൽ, ഇന്ന് നിങ്ങൾ ഇവനെ ശ്രവിക്കുക. ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു, അവൻ പറയുന്നത് ശ്രവിക്കുക. പിതാവായ ദൈവവും പുത്രനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സ്നേഹനിധിയായ ഒരു പിതാവ് തൻ്റെ പ്രിയപുത്രന് പറഞ്ഞു കൊടുക്കുന്ന ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട പല മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്, മകനെ, നീ എത്ര ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക. സ്വർഗത്തോളം ഉന്നതനായ യേശുക്രിസ്തു, പൗലോസ്ലീഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ, പിതാവായ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാൻ കൂട്ടാക്കാതെ അവൻ തന്നെ ശൂന്യനാക്കി മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിച്ച അവൻ സ്വയം താഴ്ത്തി. എന്തുമാത്രം താഴ്ത്തി? പിതാവായ ദൈവത്തോട് അനുസരണയുള്ളവനാകത്തക്കവണ്ണം സ്വയം താഴ്ത്തി. കുരിശുമരണത്തോളം അവൻ പിതാവിന് അനുസരണയുള്ളവനാക്കി. ലോകത്തിൽ സമാധാനം കൈവരണമെങ്കിൽ, കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഓരോ വ്യക്തിയും എളിമപ്പെടണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ഞാൻ നേരത്തെ ഉദ്ധരിച്ചത് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മനുഷ്യ, നീ ആരു തന്നെയായിരുന്നാലും നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിനക്ക് ഒരു ന്യായീകരണവുമില്ല. കാരണം നീയും അതുതന്നെ ചെയ്യുന്നു. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉണ്ണിയേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു വിധി ഇതായിരുന്നുവല്ലോ, എങ്ങനെ അമ്മമാർക്ക് സ്വന്തം ഉദരത്തിലെ പിഞ്ചു കുഞ്ഞിനെ വധിക്കാൻ തക്കവണ്ണം ക്രൂര വ്യക്തിയായി തീരുവാൻ സാധിക്കുന്നു. നാം ഓർക്കുക, ക്രിസ്മസ് അവസരത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കുന്നുണ്ട്. അവൻ വളരുവാനിടയാകട്ടെ. അവൻ വളർന്ന് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം പകരുന്ന ഉപകരണങ്ങളാക്കി നമ്മെ ഓരോരുത്തരെയും മാറ്റട്ടെ. കുമാരനാശാൻ ആണെന്ന് തോന്നുന്നു. സ്നേഹം തന്നെയായ ദൈവത്തെക്കുറിച്ചും ആ സ്നേഹം തന്നെയായ ദൈവം ഈ ലോകത്തെ ഒരുമിച്ച് നിർത്തുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപക്ഷെ ബൈബിളിൽ നിന്ന് കിട്ടിയതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം. സ്നേഹമാണ് അഖില സാരം ഊഴിയിൽ. ഏതോ ഒരു കവി ഏതോ സിനിമയിൽ പാടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. നാം നമ്മുടെ സഹോദരനെ സഹോദരിയെ കാരണം എന്തു തന്നെ ആയിരുന്നാലും വെറുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് നാം ഓർക്കുക. ആ ഈരടികൾ ഒന്ന് ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്രിസ്മസ് സന്ദേശം ഉപസംഹരിക്കട്ടെ. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു. ദൈവം മരിക്കുന്നു.
ഹാപ്പി ക്രിസ്മസ്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വർഗീസ് അച്ഛനിലൂടെ നമ്മോട് സംസാരിച്ച നമ്മുടെ നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ആഴ്ചയിൽ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലും ഉണ്ണീശോയുടെ ദിവ്യമായ സ്നേഹം നിറയുന്നതിന് വേണ്ടി നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.